ഹലോ ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴേ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ക്രഷായി. എന്നാൽ പിന്നെ ഈ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിക്കുന്ന എന്നാൽ സിമ്പിളായിട്ടുള്ള ലാമ്പ് നമുക്ക് പേപ്പർ കൊണ്ട് സെറ്റാക്കി എടുക്കാം. ആ ലാമ്പിൻ്റെ ഒറിജിനൽ മെറ്റീരിയൽ പേപ്പറല്ല, പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ A4 സൈസ് പേപ്പർ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ 3 പേപ്പർ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഓരോ പേപ്പറും മടക്കിയെടുക്കുക. 5 സെൻറ്റിമീറ്റർ വിട്ടിലാണ് ഞാൻ ആ വര വരയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, പണ്ട് തൊട്ടേ എനിക്ക് സ്ട്രെയിറ്റായിട്ട് മടക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മടക്കുക, എന്നിട്ട് നിവർക്കുക, തിരിച്ചിടുക. ആ മടക്ക് നല്ല വ്യക്തമായിട്ടിടാൻ മറക്കരുത്. ഇനി എന്താ, സ്കെയിൽ എടുത്തിട്ട് വരിക, 1.5 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നോട്ട് ദ പോയിൻറ്റ് കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു പേപ്പർ അങ്ങോട്ടും ഒരു പേപ്പർ ഇങ്ങോട്ടും ആയിരിക്കും നോക്കിയിരിക്കുന്നത്. അപ്പം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വീശിരിക്കൊക്കെ മടക്കില്ലേ, അതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഈ ഇടുന്ന ഓരോ മടക്കും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാൻ. അപ്പോൾ ഇനി നമ്മൾ താമസിക്കാതെ ഗീവവേയിലോട്ട് വരാം. ഗീവവേയുടെ കാര്യം പറയുമ്പോൾ, കഴിഞ്ഞ മന്ത് എൻ്റോട് കൂടെ 2K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ഗീവവേ സെറ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, അത് ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗീവവേ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ നെക്സ്റ്റ് ഗീവവേ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും. ഓക്കെ. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ടോപ്പ് കമൻറ്ററിനുള്ള ഗിഫ്റ്റ്. അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മന്തിൻ്റെ ടോപ്പ് കമൻറ്ററിന് നമ്മൾ ഈ മന്ത് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത്, കാരണം നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീഡിയോയിലോട്ട് വരാം. മടക്കി എടുത്തതിന് ശേഷം 2 എൻഡിലും ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ആ മടക്കിയ ആ ഒരു മടക്കുണ്ടല്ലോ, ആ ഒരു മടക്കിലോട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. അടുത്ത പാർട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നാം, പക്ഷെ 1-2 പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ ആ ഒരു ഇതങ്ങ് കിട്ടിക്കോളും. അപ്പോൾ എന്താ, പേപ്പർ എടുക്കുക. എന്നിട്ട് ഇത് മുകളിലും താഴെയും ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ മടക്ക് ഇങ്ങനെ വന്നോളും. അതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അടുത്ത മടക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ 2 വിരലും യൂസ് ചെയ്ത് നല്ല ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. അപ്പോൾ താഴത്തെ വിരൽ വെച്ചിട്ട് അതിൽ പ്രഷർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുകളിലത്തെ വിരലും ഒന്ന് പ്രഷർ കൊടുത്ത് താഴോട്ട് തള്ളി വരുമ്പോൾ അതങ്ങ് സെറ്റായിക്കോളും. 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു റഫ് പേപ്പറിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന പേപ്പറിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ പറഞ്ഞ പോലെ നന്നായിട്ട് ഒന്ന് പ്രഷറൊക്കെ കൊടുത്ത് മടക്കിയെടുക്കുക. ഇതുപോലെ മുഴുവൻ പേപ്പറിലും മടക്കിയെടുക്കണം. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്തതിന് ശേഷം മുകളിലൊന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ 3 പേപ്പർ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇനിയുള്ള പരിപാടിയൊക്കെ വളരെ സിമ്പിളാണ്. പശ തേക്കുക, 3 പേപ്പറും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒട്ടിക്കുന്ന സമയത്ത് ഹോളിലും മറയാതെ ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഹോളിൻ്റെ ഉപയോഗം തീരെ ഉപയോഗിക്കാൻ പറ്റാതായി പോകും. അപ്പോൾ ഇതുപോലെ 3 പേപ്പറും ഒട്ടിച്ചെടുത്തതിന് ശേഷം കാണാൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു ജൂട്ട് ത്രെഡ് എടുക്കുക. ജൂട്ട് ത്രെഡ് ഇല്ലെങ്കിൽ വേറെ ത്രെഡായാലും മതി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ജൂട്ട് ത്രെഡേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഈ ഹോൾസിൽ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പേപ്പറിൻ്റെ സൈഡ്സ് തമ്മിൽ കൂട്ടി ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ താഴെയും മുകളിലോട്ടൊന്നും ആവാതെ മാക്സിമം ഒരേ ലെവലിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. ഒട്ടിച്ചതിന് ശേഷം ആ മുകളിലത്തെ ത്രെഡ് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. ഇനി ആ ത്രെഡ് നമുക്ക് അഴിക്കേണ്ട ആവശ്യം വരില്ല. ഇനി എന്താ, അതിൻ്റെ അടിഭാഗം കാണാൻ ഇങ്ങനെയാവും ഉണ്ടാവുക. അപ്പോൾ ഇനി വീണ്ടും ഒരു ത്രെഡ് എടുക്കുക. എന്നിട്ട് അടിഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടെ ഒന്ന് ത്രെഡ് കയറ്റി കൊടുക്കുക. ഈ ത്രെഡ് നമ്മൾ കെട്ടിയെടുക്കാൻ പാടില്ല, കാരണം അതിന് ഉപയോഗമുണ്ട്. ആ ഉപയോഗം എന്താണെന്ന് വഴിയേ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി അതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഷേപ്പിലുള്ള എന്ത് വേണോ എടുക്കാം. എന്നിട്ട് അതിനൊന്ന് മിനുക്കപ്പണിയൊക്കെ ചെയ്ത് നല്ല വൃത്തിക്കാക്കി എടുക്കുക. എന്നിട്ട് കയ്യിലുള്ള LED ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇല്ല ഫെയറി ലൈറ്റ് ആണെങ്കിൽ അതായാലും മതി. എന്നിട്ട് ഈ സംഭവം ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം താഴത്തെ ആ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ഷോ ഇറക്കാം. അപ്പോൾ ലാമ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സ്ഥലം വിട്ടോ.